ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. അധ്യായം 18. സന്യാസത്തിൻ്റെ പരിപൂർണത. ശ്ലോകം 11. നഹി ദേഹവൃഥാ ശക്യം ത്യക്തും കർമാണ്യശേഷതഃ യസ്തു കർമ്മഫലത്യാഗീ സത്യാഗീത്യഭിധീയതേ. വിവർത്തനം. ശരീരസ്ഥനായ ജീവന് കർമ്മങ്ങളെ നിശേഷം ത്യജിക്കുക സാധ്യമല്ല തന്നെ. കർമ്മഫലങ്ങളെ ഉപേക്ഷിച്ചവനെ യഥാർത്ഥ ത്യാഗി എന്ന് പറയാം. ഭാവാർത്ഥം: കർമ്മം എന്നത് ഒരിക്കലും ഉപേക്ഷിക്കാനാവില്ലെന്ന് ഭഗവത്ഗീതയിൽ പറയുന്നു. അതുകൊണ്ട് കൃഷ്ണന് വേണ്ടി പ്രവർത്തിക്കുകയും കർമ്മഫലങ്ങളെ ആസ്വദിക്കാതിരിക്കുകയും ഫലങ്ങളെയെല്ലാം ഭഗവാന് സമർപ്പിക്കുകയും ചെയ്യുന്നവനത്രേ യഥാർത്ഥ ത്യാഗി. അന്താരാഷ്ട്ര കൃഷ്ണാവബോധ സമിതിയിലെ പല അംഗങ്ങളും ഓഫീസുകളിലും ഫാക്ടറികളിലും മറ്റും കഠിനമായി പ്രവർത്തിച്ചു വരുന്നുണ്ട്. അങ്ങനെ നേടുന്ന ധനമത്രയും അവർ സംഘടനയ്ക്കു വേണ്ടി ചിലവഴിക്കുന്നു. ഇത്തരം വിശിഷ്ട ആത്മാക്കളാണ് യഥാർത്ഥ സന്യാസിവര്യന്മാർ. കർമ്മഫലങ്ങളെ ത്യജിക്കേണ്ടതെങ്ങനെയെന്നും എന്തിനു വേണ്ടിയെന്നും ഈ ശ്ലോകം വ്യക്തമാക്കുന്നു. ശ്ലോകം 12. അനിഷ്ടമിഷ്ടം മിശ്രം ച ത്രിവിധം കർമ്മണഃ ഫലം ഭവത്യത്യാഗിനാം പ്രേത്യ നതു സന്യാസിനാം ക്വചിത്. വിവർത്തനം. അനിഷ്ടം, ഇഷ്ടം, മിശ്രം എന്നിങ്ങനെ 3 വിധത്തിലുള്ള കർമ്മഫലങ്ങളെയും ത്യാഗികളല്ലാത്തവർക്ക് മരണാനന്തരം അനുഭവിക്കേണ്ടി വരും. സന്യാസികൾക്ക് അത്തരം അനുഭവങ്ങൾ ഉണ്ടാവില്ല. ഭാവാർത്ഥം: താനും കൃഷ്ണനുമായുള്ള ബന്ധത്തെപ്പറ്റി അറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുന്ന കൃഷ്ണാവബോധനിഷ്ഠനായ മനുഷ്യൻ എപ്പോഴും മുക്താവസ്ഥയിലാണ്. തന്മൂലം അയാൾക്ക് മരണശേഷം സ്വകർമ്മഫലങ്ങളായ സുഖദുഃഖാനുഭവങ്ങൾക്ക് ഇടവരുന്നില്ല. ശ്ലോകം 13. പഞ്ചൈതാനി മഹാബാഹോ കാരണാനി നിബോധമേ സാംഖ്യേ കൃതാന്തേ പ്രോക്താനി സിദ്ധയേ സർവകർമ്മണാം. വിവർത്തനം. മഹാബാഹുവായ അർജുന, വേദാന്ത പ്രമാണമനുസരിച്ച് സർവകർമ്മങ്ങളുടെയും നിർവഹണത്തിന് 5 കാരണങ്ങളുണ്ട്. അവയെപ്പറ്റി ഇനി പറയാം. എന്നിൽ നിന്ന് പഠിക്കൂ. ഭാവാർത്ഥം: ഏതൊരു കർമ്മത്തിനും പ്രതികരണമുണ്ടെന്നിരിക്കെ കൃഷ്ണാവബോധനിഷ്ഠനായ ഒരാൾക്ക് അത് അനുഭവപ്പെടാതിരിക്കുന്നത് എങ്ങനെയെന്നൊരു ചോദ്യം ഇവിടെ പ്രസക്തമാണ്. ഇതെങ്ങനെ സാധ്യമാകുമെന്ന് വേദാന്ത തത്വത്തെ മുൻനിർത്തിക്കൊണ്ട് ഭഗവാൻ മറുപടി പറയുന്നു. സർവകർമ്മങ്ങൾക്കും 5 കാരണങ്ങളുണ്ടെന്നും അവയെ വിജയത്തിലെത്തിക്കാൻ ഈ കാരണങ്ങൾ 5നെയും കണക്കിലെടുക്കണമെന്നും അദ്ദേഹം വിശദീകരിക്കുന്നു. ജ്ഞാനത്തിൻ്റെ തണ്ടാണ് സാംഖ്യം. വേദാന്തജ്ഞാനത്തിൻ്റെ അടിത്തണ്ടായി ആചാര്യന്മാരെല്ലാം അതിനെ അംഗീകരിക്കുന്നു. ശ്രീ ശങ്കരൻ പോലും വേദാന്ത സൂത്രത്തെ അതേപടി സ്വീകരിക്കുന്നു. അതുകൊണ്ട് ആ പ്രാമാണികതയെ സ്വീകരിക്കണം. ആത്യന്തികമായ നിയന്ത്രണം പരമാത്മാവിൽ നിക്ഷിപ്തമാണ്. ഭഗവത്ഗീതയിൽ പറയുന്നത് പോലെ സർവസ്യ ചാഹം ഹൃദി സന്നിവിഷ്ട. പൂർവകർമ്മങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഓരോരുത്തരെയും വെവ്വേറെ കർമ്മങ്ങളിൽ ഏർപ്പെടുത്തുന്നത് പരമാത്മാവത്രേ. അവിടുത്തെ ആജ്ഞപ്രകാരം നിറവേറ്റുന്ന കൃഷ്ണാവബോധ പ്രവർത്തനങ്ങളാകട്ടെ ഇഹലോകത്തിലോ പരലോകത്തിലോ പ്രതികരണങ്ങൾ ഉണ്ടാക്കുകയില്ല. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു.